വടിവാളും മാരകായുധങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഴങ്കഥയാവുകയാണ്. ഇവിടെ ഗുണ്ടാ സംഘങ്ങൾ തോക്കുകൊണ്ടാണ് നടക്കുന്നത്. ചെറിയ തർക്കങ്ങൾ പോലും വെടിവെപ്പിൽ കലാശിക്കുന്ന കാഴ്ച. കഴിഞ്ഞ രാത്രി കൊച്ചി കലൂരിലെ ബാറിൽ വെടിവെപ്പുണ്ടായത് മദ്യം നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ്. ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് വെടിയേറ്റു. വെടിവെച്ച സംഘം ബാർ മാനേജരെയും മർദ്ദിച്ചു. തുടർന്ന് കാറിൽ രക്ഷപ്പെട്ട അക്രമികളിൽ 3 പേരെ മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ രാത്രി 11:30 കത്രിക്കടവിലുള്ള ഇടശ്ശേരി ബാറിലാണ് ഈ സംഭവം ഉണ്ടായത്. 4 അംഗ സംഘം ബാറിൽ നിന്നും മദ്യപിച്ച് പുറത്തു വന്നതിന് ശേഷം ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ഈ തർക്കത്തിനിടയിലേക്ക് ഈ ബാറിലെ മാനേജർ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർക്ക് പ്രകോപനമാവുകയും മാനേജറെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടുവന്ന ജീവനക്കാർ 2 പേർ സുജിത്, അഖിൽ എന്നിവരെ 2 പേരെ മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ 4 അംഗ സംഘത്തിലുള്ള ഒരാൾ തന്റെ കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ച ഈ 2 ജീവനക്കാരെയും നേരെ വെടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരാളുടെ വയറ്റിലും മറ്റൊരാളുടെ തുടയിലുമാണ് വെടിയേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സമീപത്തുള്ള ആളുകളെല്ലാം ഈ വെടിയൊച്ച കേട്ട് ബാറിലുള്ളവരും ഒപ്പം തന്നെ സമീപത്തുള്ളവരെല്ലാം ഓടിക്കൂടുകയും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ 4 അംഗ സംഘം ആ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇവർ സഞ്ചരിച്ച KL 51B 2194 എന്ന നമ്പറിലുള്ള വെള്ള കാറ് പിന്നീട് കാറിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇതൊരു റെന്റ് കാറാണ്, തൊടുപുഴയിലുള്ള ഒരു വ്യക്തിയുടേതാണ് ഈ കാറെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഈ കാർ താൻ വിറ്റു എന്ന് ഈ കാറിന്റെ ഉടമ പറയുകയും ചെയ്തു. പിന്നീട് ആരായിരിക്കും ഈ കാറിൽ വന്ന ഈ 4 അംഗ സംഘം എന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. തൊടുപുഴ ഭാഗത്തേക്കാണ് ഇവർ പോയതെന്നൊരു സൂചനയും പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം CCTV കേന്ദ്രീകരിച്ചും നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ ചിലരെ ഒക്കെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ബാർ ഹോട്ടലിന് മുൻപിൽ വെച്ച് തോക്ക് ചൂണ്ടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. എന്തായാലും പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി. ആ സംഭവ സ്ഥലത്ത് ഈ തോക്കിൽ നിന്നും ഈ വെടിയുണ്ടയുടെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മർദ്ദനത്തിന്റെയും രക്തക്കറയടക്കം അവിടെ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു.